അനീഷ, തീർച്ചയായിട്ടും വലിയ സമ്മർദ്ദം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് എങ്കിൽ പോലും ഇതിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇപ്പോഴും ഇസ്രായേലിനുണ്ട്. മാത്രമല്ല ഈ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിലേക്ക് ഇപ്പോൾ കടക്കാനായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിലവിലുള്ള സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ നയതന്ത്ര തലത്തിലുള്ള ഒരു പരിരക്ഷ ഉറപ്പാക്കാനാണ് ഇപ്പോൾ അമേരിക്ക നീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്നൊരു അവിശുദ്ധ രാജ്യത്തിന്റെ പിറവിക്ക് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള റോൾ വഹിച്ച ബ്രിട്ടൻ പോലും ഒരു പുനർവിചിന്തനം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ഉൾക്കൊള്ളുന്നതിന് പകരം അത്തരം നിലപാടുകൾ കൂടുതൽ സ്ഥിതിഗതികൾ സങ്കീർണമാക്കുമെന്ന ഒരു കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ അമേരിക്ക നടത്തി വരുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലവിലുള്ള ഈ ഗസയിലെ ഭക്ഷ്യ സഹായം വിപുലപ്പെടുത്തും എന്നതിൽ അപ്പുറത്ത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാര ഫോർമുല തന്നെയാണ് ഏറ്റവും ശക്തമെന്ന സൗഹൃദ രാജ്യങ്ങളുടെ പോലും ആ നിലപാട് അംഗീകരിക്കാൻ ഇപ്പോൾ പോലും അമേരിക്ക തയ്യാറായിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പരിരക്ഷയാണ് ഇപ്പോൾ ഇസ്രായേലിന് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടിനെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ഒരു സഹായകമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇപ്പോൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് ഒരു സെമിറ്റിക് വിരുദ്ധമായിട്ടുള്ള സമീപനമായിരിക്കും. അത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് മാത്രമല്ല യൂറോപ്പിന്റെ താല്പര്യങ്ങൾക്കും ഗുണം ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ യൂറോപ്യൻ രാജ്യങ്ങളെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് പിറകോട്ടടിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ അമേരിക്ക പ്രധാനമായിട്ടും ആലോചിക്കുന്നത്. പക്ഷേ സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ ഫ്രാൻസും ചേർന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്നിരിക്കുന്ന UN പ്രത്യേക സമ്മേളനം, ആ സമ്മേളനത്തിൽ ഏതാണ്ട് 125ഓളം രാജ്യങ്ങളാണ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സെപ്റ്റംബറിൽ ചേരുന്ന UN പൊതുസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇപ്പോൾ ബ്രിട്ടൻ അറിയിച്ചിരിക്കുന്നത്. അതല്ല എങ്കിൽ ഗസയിൽ അതിനു മുമ്പ് തന്നെ വെടിനിർത്തൽ രൂപപ്പെടുത്തുകയും അവിടുത്തെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രസ്താവനയെ അടിമുടി വിമർശിക്കുക എന്നതിലപ്പുറത്ത് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഉപാധികൾ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന ഒരു കൃത്യമായിട്ടുള്ള വിളംബരം കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവർക്ക് പ്രചോദനം നൽകുന്നത് അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുമാണ്. അതുകൊണ്ട് അമേരിക്കയെ തിരുത്താതെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ എത്ര ശക്തമായിട്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന ചോദ്യം കൂടി നിലവിലുള്ള ലോക സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. അനീഷ. നാസർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഒരു ചോദ്യം ഇസ്രായേലിനോട് ചോദിച്ചിരുന്നു. അതായത് ഈ ഗസയിലെ പട്ടിണി മരണത്തിൽ ഒരു നിലപാട് ഇസ്രായേൽ ഇതിനോടകം തന്നെ വ്യക്തമാക്കണം എന്ന കാര്യം ട്രംപ് തന്നെ ചോദിച്ചിരുന്നു. അതിൽ എന്ത് നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ചും സ്റ്റീവ് വിറ്റ്കോഫ് നാളെ ഇസ്രായേലിലേക്ക് പോകാനിരിക്കുകയാണല്ലോ. അനീസ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുറമേക്ക് നടത്തുന്ന പ്രതികരണം മാത്രമല്ല. 2 തവണയാണ് വൈറ്റ് ഹൗസിൽ കഴിഞ്ഞ ഈ മാസത്തിൽ തന്നെ നെതന്യാഹുവുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയുടെയും അവർ പങ്കുവച്ച ചർച്ചയുടെയും വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിടാൻ അമേരിക്കൻ നേതൃത്വം തയ്യാറായിട്ടില്ല. നേരത്തെ അമേരിക്ക പ്രസിഡന്റ് ട്രംപ് തന്നെ വ്യക്തമാക്കിയത് ഗസ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കേണ്ടതുണ്ട്, അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റേണ്ടതുണ്ട്, ഗസയിലുള്ള ആളുകളെ മറ്റെവിടേക്കെങ്കിലും പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രഖ്യാപനമാണ് ഇസ്രായേലിന് ഈ കുരുതി കൂടുതൽ ശക്തമായിട്ട് തുടരാൻ പ്രേരണയായതും അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ ചർച്ചകളെ അട്ടിമറിക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചതും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഈ തുറന്ന പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവും അതോടൊപ്പം ഈ ട്രംപും നേരത്തെ ചർച്ച ചെയ്തത് ഏത് അർത്ഥത്തിലുള്ള നീക്കങ്ങളാണ് ഗസയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, യുദ്ധാനന്തര ഗസയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏത് നിലപാടാണ് ഈ 2 രാജ്യങ്ങളും ഇപ്പോൾ സ്വീകരിച്ചത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് അനീഷ സൂചിപ്പിച്ചതുപോലെ നാളെ സ്റ്റീവ് വിറ്റ്കോഫ് പുറപ്പെടുന്നത്. പക്ഷെ ഗസയിലെ സ്ഥിതിഗതികൾ വളരെ പ്രയാസകരമാണ്, ഗുരുതരമാണ്, അത് മാറ്റിയെടുക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ടാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ഈ ഭക്ഷ്യവിതരണ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയത്. അതിലേക്ക് ഭക്ഷണം തേടി വന്ന മനുഷ്യരെയാണ് 1400-ലധികം പേരെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 4000-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നിട്ട് പോലും ഈ സംവിധാനം മാറ്റി യുനർവ ഉൾപ്പെടെയുള്ള UN ഏജൻസികളിലേക്ക് ഈ സംവിധാനം മാറ്റേണ്ടതുണ്ട് എന്നൊരു നിലപാട് അമേരിക്ക ഇപ്പോൾ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അതിനർത്ഥം ഈ കൂട്ടക്കുരുതി, ഈ വംശഹത്യ ഇസ്രായേലിന് നിർബാധം തുടരാനുള്ള ഒരു സമ്മതപത്രം തന്നെയാണ് US പ്രസിഡന്റ് ട്രംപ് നൽകുന്നത് എന്ന വിലയിരുത്തൽ ആ വിമർശനം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഇസ്രായേൽ സന്ദർശനത്തിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുക എന്നതും അസാധ്യമായിട്ട് മാറുകയാണ്. അനീഷ. ശരി, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.